വേദിയിലിരിക്കുന്ന LDF നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയതും പ്രാധാന്യമേറിയ ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇതൊരു കേവലമായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ആധുനിക കാലത്തിന് പറ്റും വിധം കേരളം വളരുന്നില്ല എന്ന പരാതിയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു ഭാഗം ആളുകൾക്കുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആ പരാതി ശരിയുമായിരുന്നു. ഇവിടെ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ തടസ്സപ്പെട്ടു പോയിരുന്നു. നമ്മളൊരു യാത്ര ചെയ്യണമെങ്കിൽ വല്ലാത്ത പ്രയാസം, റോഡുകൾ വളരെ ഇടുങ്ങിയത്. കേരളീയരാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിപ്പെടുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നാടിനൊരു മാറ്റവുമില്ല. പഴയ അതേ അവസ്ഥ തന്നെ തുടരുന്നു. ഇതിലായിരുന്നു വലിയ പരാതി. മാത്രമല്ല, കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായി കണക്കാക്കിയിരുന്ന വിവിധ മേഖലകൾ തകർന്നു പോയിരുന്നു. അതൊന്നും ഇനി നന്നാക്കാനാകുമെന്ന പ്രതീക്ഷ പൊതുവേ ഉണ്ടായില്ല. ഇതെല്ലാം സംഭവിച്ചത് 2011-16 കാലത്താണ്. ഏറ്റവും കടുത്ത തകർച്ച കേരളം നേരിട്ട കാലം. ഇപ്പോൾ 10 വർഷം പിന്നിട്ടു അതിൽ. ഈ 10 വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന കാലമാണ്. കാരണം തകർന്നുപോയി എന്ന് കരുതിയ, നടക്കില്ല എന്ന് കരുതിയ മേഖലകളെല്ലാം നല്ല നിലക്ക് പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. നല്ല മാറ്റമുണ്ടായിരിക്കുന്നു. ഇത് ഈ 10 വർഷം ലോകത്തെ വികസിത നാടുകളിലെ പല കാര്യങ്ങളുമായും താരതമ്യപ്പെടുത്തിയാൽ അതേ നിലയിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇവിടെ പ്രശ്നം ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണോ, അല്ല ഇതിനൊരു ഇടവേള വേണോ? അതാണ് കേരളത്തിൽ
ഉയർന്നു വരുന്ന ഗൗരവമായ പ്രശ്നം. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് തങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി രേഖപ്പെടുന്ന നിലയാണ് ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലെ വിധി അതൊരു വെറും തെരഞ്ഞെടുപ്പ് വിധി മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റാത്തതാണ്. അതേവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിയൊരു വിധിയായിരുന്നു അത്. ആ ചരിത്രം തിരുത്തിയ വിധി ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്തായിരുന്നു ആ അനുഭവം? നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുൻപുള്ള കേരളം, 2016 മുൻപുള്ള കേരളം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന മുന്നണി പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. അപ്പോൾ മാറി മാറി മുന്നണികൾ ഭരിക്കുന്ന അവസ്ഥ. കേരളത്തിന് അത് പ്രത്യേക തരത്തിൽ ബാധിച്ചു. 2 മുന്നണികളാണ് ഇവിടെ പ്രധാനം. ഒന്ന് LDF, മറ്റൊന്ന് UDF. LDF നാടിനോട് പ്രതിബദ്ധത, ജനക്ഷേമത്തിൽ താല്പര്യം, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ, ഭരണത്തിലെത്തിയാൽ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കൽ, നാടിൻ്റെ വികസനത്തിനുതകുന്ന വിവിധ പദ്ധതികൾ നടപ്പാക്കൽ, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യൽ. അങ്ങനെ വികസനവും ക്ഷേമവും ഒന്നായി നല്ല നിലക്ക് മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത ടേമിൻ്റെ സമയമായി. അപ്പോൾ UDF വന്നു. UDF എന്ന മുന്നണിക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, ജനക്ഷേമത്തിൽ താല്പര്യമില്ല, നാടിനോട് പ്രതിബദ്ധതയില്ല. തങ്ങളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം. അതിൻ്റെ ഭാഗമായുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. നാടിൻ്റെ താല്പര്യത്തേക്കാൾ, ജനക്ഷേമത്തേക്കാൾ എല്ലാം ആ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പലപ്പോഴും പ്രാമുഖ്യം കൊടുക്കുക. അതിൻ്റെ ഭാഗമായി ഉണ്ടായ അഴിമതി, കെടുകാര്യസ്ഥത എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പിറകെ പോയിക്കൊണ്ട് നാട് മുന്നോട്ട് പോകാതെ വല്ലാതെ തർക്കവിതർക്കങ്ങൾ ഉയർന്നു വന്നതും എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. ചുരുക്കത്തിൽ LDF എവിടെയാണോ എത്തിച്ചത് അവിടുന്ന് മുന്നോട്ടില്ല. അവിടെ നിന്നു, എന്നാൽ അവിടെയും നിന്നില്ല. ചില മേഖല പുറകോട്ട് പോയി, ചിലത് പൂർണ്ണമായി തകർന്നുപോയി. നാടിനു വേണ്ട ഒരു പദ്ധതിയും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതിലൊന്നും അതിശയോക്തിയുടെ കണികയില്ലല്ലോ. എല്ലാം നമ്മുടെ നാട് അനുഭവിച്ചതല്ലേ. ഇതിൻ്റെ പാരമ്യത, മൂർധന്യദശ അതായിരുന്നു 2011-16 കാലം. അതനുഭവിച്ച കേരളത്തിലെ ജനങ്ങൾ ഇനി ഇങ്ങനെയൊരു ദുരിതകാലം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഈ ദുരിതകാലം പിന്നിട്ടതിന് ശേഷമുള്ള 5 വർഷം, 2016 മുതൽ 2021 വരെയുള്ള 5 വർഷം, നാടിൻ്റെ ഓരോ മേഖലയിലും ഉണ്ടായ പുരോഗതി, അതും ജനങ്ങളുടെ അനുഭവത്തിലുണ്ടായി. ഇതാണ് വേണ്ടത്, ഇതാണ് തുടരേണ്ടത്. പഴയ ഇരുണ്ട കാലം ഇവിടെ വന്നുകൂടാ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 2021 കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിയ വിധി വരുന്നത്. ആ വിധി ഏതെങ്കിലും തരത്തിൽ തെറ്റായിപ്പോയോ
അതാണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുക. ആ പരിശോധന ഇപ്പോൾ മാത്രമല്ല ജനങ്ങൾ നടത്തുന്നത്. 2021 ശേഷമുള്ള ഓരോ വർഷവും ഓരോ ഘട്ടവും ജനങ്ങളതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. ആ ഓരോ ഘട്ടവും തങ്ങളുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടുള്ള വലിയ അഭിമാന ബോധത്തിലാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം ജനങ്ങളുടെയും നാടിൻ്റെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണുണ്ടായത്. അതിൻ്റെ പാരമ്യതയായിരുന്നു കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രസ്താവന. നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി എന്ന് കേട്ടപ്പോൾ ലോകം ആശ്ചര്യപ്പെട്ടു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? എന്താണ് ഇന്ത്യയിലെ പ്രത്യേകത? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവസാന ഭാഗത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരമൊരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാനാകുക? എന്താണ് നമ്മുടെ രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ കാരണം? ദരിദ്രർ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ് അംഗീകരിച്ചിട്ടത് ആഗോളവൽക്കരണ നയമാണ്. ആ നയം കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയുമാണ് സംരക്ഷിക്കുന്നത്. ആ നയത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദാരിദ്ര്യത്തിൻ്റെ മൂർച്ച കൂടുന്നു. അതാണ് ആ നയത്തിൻ്റെ പ്രത്യേകത. ഈ നയം ഇപ്പോൾ തീവ്രമായി നടപ്പാക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. പക്ഷേ BJPയുടെ സ്വന്തം നയമല്ല ഇത് കേട്ടോ. ഈ നയം നേരത്തെ നടപ്പാക്കിയത് കോൺഗ്രസ്സാണ്, നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അപ്പോൾ കോൺഗ്രസ്സിനും BJPക്കും ഒരേ നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായി രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രകടിതമായ രൂപം 2011-16 തന്നെയാണ്. ആ കാലത്താണല്ലോ കേരളം വലിയ തോതിൽ തകർന്നു പോയത്. ആ കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾ 2011-16 കാലത്ത് ഇവിടെ UDF ഗവൺമെൻറ്, കേന്ദ്രത്തിൽ 2 ഗവൺമെൻറ്. ആദ്യത്തേത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും ഒരേ നയം, ആഗോളവൽക്കരണ നയം. അതിൻ്റെ കെടുതിയാണ് നാം അനുഭവിച്ചത്. എന്താണ് LDFൻ്റെ പ്രത്യേകത? LDF അധികാരത്തിൽ വന്നപ്പോൾ ഈ നയമല്ല, LDFന് ഈ നയത്തോട് യോജിപ്പില്ല, ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായ നടപടികളല്ല, ജനപക്ഷത്താണ്, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നടപടികളാണ്, കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും സംരക്ഷിക്കുന്ന നടപടിയല്ല. അതിൻ്റെ ഭാഗമായി 64,006 കുടുംബങ്ങൾ കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് വന്നപ്പോൾ LDF ആലോചിച്ചു, നമുക്കെന്തുകൊണ്ട് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ? ആ ആലോചന LDFന് മാത്രമേ നടത്താൻ കഴിയൂ. ആ ആലോചനയുടെ തുടർ പ്രവർത്തനമാണ് ഗവൺമെൻറ് നടത്തിയത്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതാണ് ഉണ്ടായത്. ഇത് LDF അല്ലെങ്കിൽ നടക്കുമോ? LDFന് അല്ലാതെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചോ? നേരത്തെ ആലോചിക്കണ്ട.
കേരളം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയല്ലോ. കേരളത്തിൽ ഇങ്ങനൊരു പരിപാടി നടന്നല്ലോ, ഞങ്ങൾക്കും ഒന്ന് നടപ്പാക്കിക്കൂടെ എന്ന് ഏതെങ്കിലും കൂട്ടർ ആലോചിച്ചോ? ആലോചിക്കാനാവില്ല. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. അതാണ് LDFിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് LDFിന് മാത്രമേ കഴിയൂ. ഇപ്പോൾ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. തകർന്നു പോയി എന്ന് കണക്കാക്കിയതല്ലേ? ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലിസ്റ്റിട്ടതല്ലേ? ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞു പോയതല്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചതല്ലേ? ഇപ്പോൾ എന്തൊരു സന്തോഷമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്ക്. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗണത്തിൽപ്പെട്ടിരിക്കുന്നു. നമ്മെ തേടി പുരസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിൽ കുട്ടികൾ പോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി ചേരുന്നു. 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാകുന്നു. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുങ്ങുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏറ്റവും ഉയർന്ന അക്കാദമിക് തലമുള്ള സ്കൂളിലെ കുട്ടിയോട് കിടപിടിക്കാവുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ സാധാരണ സ്കൂളിലെ കുട്ടിക്കുണ്ടാകുന്നു. ഇതല്ലേ മാറ്റം? ആ മാറ്റം LDF ആയതുകൊണ്ടല്ലേ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിശോധന നടത്തി. ഒരു ചെറിയ ചോദ്യം മാത്രം. രാജ്യത്തെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുക്കുന്നു. കേരളത്തിൽ നിന്നുള്ള എത്ര എണ്ണമുണ്ട്? ഒന്നുമില്ല. നമ്മൾ വലിയ കേമന്മാർ, നമ്മൾ വലിയ തരത്തിൽ അഭിമാനം കൊള്ളുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ ശക്തമാണ്. പക്ഷെ ഇതായിരുന്നു നിലവാരം. അവിടെ നമ്മൾ ആലോചിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകൃതമായി. അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികൾ തുടങ്ങി. അക്കാദമിഷ്യൻ, വലിയ അക്കാദമിക് തലത്തിലെ വിദഗ്ധരും പണ്ഡിതരും അടങ്ങുന്ന കമ്മീഷൻ വന്നു. അവരുടെ പഠനവും റിപ്പോർട്ടും വന്നു. ഡിഗ്രി കോഴ്സ്, 4 വർഷ ഡിഗ്രി കോഴ്സ് വന്നു. പുതിയ കോഴ്സുകൾ വലിയ തോതിൽ രൂപം കൊണ്ടു. നമ്മുടെ ഡിഗ്രി തലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഗവേഷണത്തിന് വലിയ മുൻതൂക്കം കൊടുത്തു. ഇന്നെവിടെയെത്തി? രാജ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ, ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ, അതിൽ 2 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. ഇതാണ് മാറ്റം. നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന മാറ്റമായിരുന്നു ഇത്. അവർക്ക് ഇത് മത്സരാധിഷ്ഠിത ലോകമാണല്ലോ. മത്സരിക്കേണ്ടത് വികസിത രാഷ്ട്രങ്ങളിലെ യുവതയോടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കഴിവ് നേടണം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത വേണം. നല്ല നൈപുണ്യം വേണം. അതെല്ലാം ഇന്നിവിടെ ഒരുങ്ങിയിരിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടാം. നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയായിരിക്കുന്നു. അതിനനുസരിച്ച് നൈപുണ്യം സമ്പാദിക്കാനാകുന്നു. മറ്റൊരാഗ്രഹം അവരുടേത് തങ്ങൾ നേടിയ വിദ്യാഭ്യാസ യോഗ്യതക്കും തങ്ങൾ ആർജിച്ച നൈപുണ്യത്തിനും അനുസരിച്ച് ഇവിടെ തന്നെ ജോലി ലഭിക്കണമെന്നുള്ളതാണ്. നേരത്തെ അത് അസാധ്യമായ കാര്യമായിരുന്നു. ഇപ്പോഴത് അസാധ്യമല്ല. നമ്മുടെ നാട്ടിലേക്ക് നിരവധി വൻ ബഹുരാഷ്ട്ര കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമാണ് നിക്ഷേപത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് ലോകം തിരിച്ചറിയുന്നു. അതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. നമ്മളാണിപ്പോൾ ഏറ്റവും നിക്ഷേപ സൗഹൃദം പുലർത്തുന്ന സംസ്ഥാനമെന്ന് രാജ്യം കണക്കാക്കിയിരിക്കുന്നു. രാജ്യത്ത് ഒന്നാമത്. കൊച്ചിയിൽ നിക്ഷേപ സംഗമം നമ്മൾ നടത്തിയപ്പോൾ
2,00,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. ദാവോസിൽ ആഗോള മീറ്റ് നടന്നപ്പോൾ കേരളം അതിൽ പങ്കെടുത്തു. കേരളത്തെ തേടി ആഗോള ഭീമന്മാരടക്കം വന്നു. 1,18,000 രൂപയുടെ നിക്ഷേപം ഞങ്ങൾ കേരളത്തിൽ നടത്താൻ താല്പര്യപ്പെടുന്നു എന്നാണ് അവരറിയിച്ചത്. ഇതാണ് മാറ്റം. കേരളം വളർന്നിരിക്കുന്നു, കേരളം ഉയർന്നിരിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ വികാസത്തിനനുസരിച്ചുള്ള വികസനം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടവേള വേണോ? ഇതിനിവിടെ തുടർച്ച വേണ്ടേ? ജനങ്ങൾ ഇത് തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ വികസനമെല്ലാം നേടുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലക്ക് സംസ്ഥാനം ഒറ്റക്കല്ലാലോ വികസിക്കേണ്ടത്. രാജ്യം അതിനോടൊപ്പം വേണ്ടേ? സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടിയല്ലേ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. എല്ലായിടവും അങ്ങനെയാണ്. പക്ഷേ നമ്മുടേതൊരു ദുരനുഭവമാണ്. നമുക്ക് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്നില്ല. നമ്മൾ ഒരുപാട് ദുരന്തഘട്ടങ്ങൾ കടന്നു വന്നല്ലോ. 2018 മഹാപ്രളയം, തൊട്ടടുത്ത വർഷത്തെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ കോവിഡ് മഹാമാരി. ഇതിനെല്ലാം മുന്നിൽ ഓക്കിയും നിപ്പായും. ഒരു നാട് തകരാൻ പിന്നെന്ത് വേണം? നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുകയായിരുന്നല്ലോ. നമുക്ക് ആ ഘട്ടത്തിൽ സഹായം വേണമല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ സഹായിക്കേണ്ടത്. സഹായിച്ചില്ല. നമ്മളെ സഹായിക്കാൻ തയ്യാറായി ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാ രാജ്യങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതല്ലേ. ഇതാ പ്രളയകാലത്ത് മാത്രമല്ല, പിന്നീടുണ്ടായ ദുരന്തഘട്ടത്തിലെല്ലാം ആവർത്തിച്ചു. ഒന്നിലും സഹായമില്ല. ഇങ്ങനെ സഹായം ലഭിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം നൽകിയിട്ടുണ്ടല്ലോ. നമുക്ക് മാത്രമാണല്ലോ ഇത്തരമൊരു ദുരനുഭവം. ഇവിടെ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. നാട് ആകെ പ്രതീക്ഷിച്ചു ഇത്തവണ ഏതായാലും സഹായം കിട്ടും. കിട്ടിയോ? നാട് രക്ഷപ്പെടരുത് എന്നല്ലേ? ഇതിൽ മാത്രമാണോ? ഏതൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകേണ്ട ഒട്ടേറെ വിഹിതങ്ങളുണ്ട്. ഇപ്പം നികുതി വിഹിതം നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5% കേരളത്തിൻ്റെ ജനസംഖ്യ. കിട്ടുന്ന നികുതി വിഹിതം എത്രയാ? 1.9. ജനസംഖ്യാനുപാതികമായി നികുതി വിഹിതം നമുക്കില്ല. അതിൽ കുറവ്, മറ്റെല്ലാറ്റിലും കുറവ്. ഇതല്ലേ നമ്മുടെ അനുഭവം. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടെ വായ്പ എടുക്കേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ അധികാരമാണത്. ആ വായ്പ പരിധി നിശ്ചയിച്ചു കേന്ദ്ര ഗവൺമെൻറ്. നമുക്കത് വെട്ടിക്കുറച്ചു. എന്തിനാണ് വായ്പ എടുക്കുന്നത്? നാടിൻ്റെ വികസനത്തിനാണ്. നമ്മളെടുത്ത വായ്പയുടെ കണക്കെടുത്താൽ 90% ചെലവഴിച്ചത് വികസന മൂലധന ചെലവിനാണ്. എന്ന് പറഞ്ഞാൽ നാളത്തെ വികസനത്തിന് ആ മൂലധന ചെലവ് അത് നാളെ നല്ല വരുമാനമുണ്ടാക്കും, കേരളത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. നിങ്ങൾ അങ്ങനെ മെച്ചപ്പെടണ്ട എന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിന്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം? നമ്മൾ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് അനഭിമതരായ ആളാണോ? അങ്ങനെ ഒരു സംസ്ഥാനമാണോ?
നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന സംസ്ഥാനമല്ലേ? ഇവിടെയാണ് രാഷ്ട്രീയം. കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നത് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തിന് ചില ഭാഗങ്ങളിൽ വളർന്നിരിക്കുന്നു. കേരളത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയെയും സ്വീകരിക്കുന്നില്ല. കേരളം ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരരായി വാഴുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. ഈ നാടിന്, കേരളീയർക്ക് ആർ എസ് എസിനെയും ബി ജെ പിയെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനോടുള്ള വിരോധം അത് പകയായി, വിദ്വേഷമായി മാറുന്നു. കേരളം തകരട്ടെ എന്ന വികാരത്തിലേക്ക് എത്തുന്നു. ഇത് ബി ജെ പിയുടെ നില. എന്താണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അവസ്ഥ? കോൺഗ്രസും യു ഡി എഫും ഇടപെട്ട് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നവരാണല്ലോ 2016 വരെ. ഈ നാടിനെ തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ ഇവർ തയ്യാറായോ? പാർലമെന്റിൽ നിരനിരയായി കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എംപിമാർ ഇരിക്കുന്നുണ്ടല്ലോ. അവരാരെങ്കിലും അതിനെതിരെ സംസാരിച്ചോ? എന്താണ് ബി ജെ പിയുടെ മനസ്സിന് ഒരു നീരസവും ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധം കോൺഗ്രസിനും യു ഡി എഫിനും? അവർ നാക്കെടുത്താൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വലിയ മിടുക്ക് കാണിക്കും. ബി ജെ പി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധമായ നടപടികൾക്ക് ന്യായമായി എതിർക്കേണ്ടതിന് പകരം അതിനെല്ലാം പിന്തുണയും കൊടുക്കുന്നു. ഇതല്ലേ ഉണ്ടായത്? ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് തിരിച്ചു. യു ഡി എഫ് നേതാക്കളെ വിളിച്ചു. കേരളത്തിൻ്റെ പൊതുപ്രശ്നമാണല്ലോ, നമുക്കൊന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഇല്ല, ഞങ്ങളില്ല. എന്താണ് അവർക്ക്? ബി ജെ പിക്കെതിരെ വരാൻ വല്ലാത്ത പ്രയാസം. ഇതല്ലേ നമ്മുടെ അനുഭവം? അതെവിടെ എത്തിച്ചു? കേരളം തകരട്ടെ എന്ന വികാരത്തോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും അണിനിരക്കുന്ന അവസ്ഥ വന്നു. എന്നാൽ ഇവരൊന്നും ആഗ്രഹിച്ച തരത്തിൽ നമ്മുടെ നാട് തകർന്നില്ല. നമുക്ക് തകരാൻ പറ്റില്ലായിരുന്നു. ഒരു നാടെന്ന നിലക്ക് നമുക്ക് അതിജീവിച്ചേ പറ്റുമായിരുന്നുള്ളൂ. ആ ഘട്ടത്തിൽ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കേണ്ട സമയമല്ല, നമ്മുടെ നാടിൻ്റെ അതിജീവനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടമാണ്. ആ അതിജീവന നടപടികളിൽ നാടും ജനങ്ങളും നല്ല ഒരുമയോടെ, ഐക്യത്തോടെ അണിനിരന്നു. അതായിരുന്നു നമ്മുടെ കരുത്ത്. അങ്ങനെയാണ് ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുമാറുള്ള അതിജീവനം നടത്താൻ നമുക്കായത്. നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് നമ്മുടെ മുന്നിൽ അസാധ്യമായതൊന്നുമില്ല എന്ന അവസ്ഥയുണ്ടാക്കിയത്. ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വസിച്ചത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങിയത്. ഞങ്ങൾ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കലല്ല, നല്ല ഏകീകൃത മനോഭാവം, ഒരുമ, ഐക്യം, അതാണ് നമ്മുടെ ശക്തി. അതിനെ വളർത്താനാണ് LDF എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇതല്ലേ നാടിനാവശ്യം? എന്നാൽ ഇതാണോ നമ്മുടെ രാജ്യത്ത് ഇന്ന് സ്വീകരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ജനങ്ങളെ വിവിധ ഭാഗങ്ങളായി തിരിച്ച് പലതരത്തിലുള്ള ശത്രുത വളർത്താനല്ലേ നീക്കം?
അതിൻ്റെ ഭാഗമായി എവിടം വരെ എത്തി? ഈ മണ്ണിൽ ജീവിക്കുന്ന ഈ മണ്ണിൻ്റെ മക്കൾ, അവർക്ക് ഈ മണ്ണ് നഷ്ടപ്പെട്ടു പോകുമോ, ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകുമോ, നാളെ ഈ രാജ്യത്ത് തുടരാൻ പറ്റുമോ എന്ന ആശങ്ക വരെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായില്ലേ? അങ്ങനെ ഒരു നിലയുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണോ? ഓർമ്മയില്ലേ പൗരത്വ നിയമ ഭേദഗതി? ആ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. വലിയ പ്രതിഷേധം, അതിനെതിരെയുള്ള ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭം എല്ലാം നടന്നു. എന്നാൽ പൗരത്വ രജിസ്റ്റർ ആദ്യം കൊണ്ടുവന്ന കോൺഗ്രസ്സിന് നല്ല രീതിയിൽ BJP നീക്കത്തെ തുറന്നു കാണിക്കാനും എതിർക്കാനും കഴിഞ്ഞോ? രാജ്യവ്യാപകമായി അത്തരമൊരു നടപടി ഉണ്ടായോ? ഇവിടെ LDF ശക്തമായി രംഗത്ത് വന്നു. അതിൻ്റെ ഭാഗമാണല്ലോ രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ ആദ്യം ഈ പൗരത്വ നിയമ ഭേദഗതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് നമ്മൾ, കേരളത്തിലെ LDF ഗവൺമെൻറ്. അതായിരുന്നില്ലേ വസ്തുത? അന്ന് ചിലർ ചോദിച്ചു, രാജ്യമാകെ ഒരു നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് അതിവിടെ നടപ്പാക്കില്ല എന്ന് പറയുക? ഞങ്ങൾ പറഞ്ഞു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് ശരിയാണ്, നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അന്ന് ചിലരൊക്കെ ഉള്ളാലെ ചിരിച്ചിട്ടുണ്ടാകും. ഞങ്ങളത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പോഴെന്തായി? ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയല്ലേ? എന്നാൽ കേരളീയർക്ക്, കേരളത്തിൻ്റെ സന്തതിക്ക് നീ ആരാ എന്ന് ചോദിച്ചാൽ, ഇതാ എൻ്റെ നാട് തന്ന നേറ്റിവിറ്റി കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് എടുത്ത് കാണിക്കാൻ പറ്റും. ഈ മണ്ണിൻ്റെ പുത്രൻ, പുത്രി, അതിനുള്ള അംഗീകാരം ആരും അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, ആരും അവരെ പുറത്താക്കാൻ വരില്ല. അതിനുള്ള ഉറപ്പ് നാട് നൽകുന്നതാണ് നേറ്റിവിറ്റി കാർഡ് എന്നത്. അതാണ് LDF ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല. അത് എത്ര പേർക്ക് കഴിയും? രാജ്യത്ത് എവിടെയെങ്കിലും സ്വീകരിച്ചോ? പോട്ടെ, LDF ഇത് ചെയ്തു, LDF ഗവൺമെൻറ് ചെയ്തു. ആ ചെയ്തതിനെപ്പറ്റി അത് നല്ല കാര്യമായി എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്തരമൊരു നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞോ? എന്താണ് അവർക്കൊക്കെ BJPയെ ഭയം? എന്താണ് BJPയുടെ മുന്നിൽ നല്ല പുള്ളിയാകാൻ ശ്രമം? ഇത്തരം കാര്യങ്ങളിൽ ശരിയായ നിലപാടെടുക്കണ്ടേ? ഇവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ജനപക്ഷത്താണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഇതേവരെ സഞ്ചരിച്ചിട്ടുള്ളത്. ഈ 10 വർഷത്തെ സഞ്ചാരത്തിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ആ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയും. ഈ യാത്രയിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആത്മവിശ്വാസത്തോടെ ഇത്തവണ നല്ല നിലയിൽ LDF കൂടുതൽ മികവോടെ ജയിച്ചു വരും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ, നാദാപുരം മണ്ഡലത്തിൽ സഖാവ് വസന്ത എല്ലാ തരത്തിലും നിങ്ങൾക്കെല്ലാവർക്കും ദീർഘകാലമായിട്ട് അറിയാവുന്ന സഖാവാണ്. നല്ല പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അംഗീകാരം നേടിയ സഖാവാണ്. എല്ലാ രീതിയിലും മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സർവദാ യോഗ്യയായിട്ടുള്ളൊരു സഖാവാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കുറ്റ്യാടി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ മികവാർന്ന സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ അറിയാം. എന്നാൽ നിയമസഭാംഗം എന്ന നിലക്ക് മികച്ച പാർലമെൻറ്റേറിയൻ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. വടകര ഇത്തവണ ഭാസ്കരൻ അവിടുന്ന് പ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നു.
നല്ല അംഗീകാരം നേരത്തെ തന്നെ വടകരയിലെ ജനങ്ങൾ ശ്രീ ഭാസ്കറിന് നൽകിയിട്ടുള്ളതാണ്. എല്ലാ ഘട്ടത്തിലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവാണ് ഭാസ്കരൻ. അങ്ങനെ ഈ 3 പേരെയും വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. അഞ്ച് മിനിറ്റ് ക്ഷമാപൂർവ്വം നിൽക്കണം. 10,000-കണക്കിന് ആളുള്ളതാണ്. ഈ വേലി ഒഴിവാക്കി തരുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 വികസന രേഖകൾ പ്രകാശനം ചെയ്യുന്നു. ആദ്യം കുറ്റ്യാടി മണ്ഡലം. അതുകഴിഞ്ഞ് നാദാപുരം മണ്ഡലം. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കലാകാരൻ ആലിലയിൽ തീർത്ത സഖാവ് പിണറായിയുടെ ചിത്രം നൽകുന്നു. ശ്രീമൻ നന്ദു കൃഷ്ണ. വേദിയിൽ ഒട്ടേറെ LDF നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവർ സംസാരിക്കുന്നില്ല. 10,000-കണക്കിന് ആളുകൾ ഒഴിഞ്ഞു പോകാനുള്ളത് കൊണ്ട് ഈ വേലി മാറ്റിത്തരുന്ന മുറയ്ക്ക് നിങ്ങൾ കടക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എല്ലാവരും വളണ്ടിയർമാരായി തീരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുക. കുറേ ബാക്കി